പലതുണ്ട്, അതിലൊന്നേ കേൾപ്പിച്ചുതരാം. നമ്മളെ എളമരം ജബ്ബാറാജി ഉണ്ടല്ലോ, ജബ്ബാറാജിനെ തോൽപ്പിക്കാനാണല്ലോ കാര്യമായിട്ട് എല്ലാവരും കൂടി, എല്ലാ മൊയ്ലിയമാരും കൂടി മദ്രസിലെ പട്ടിക എടുത്തു വെച്ച് വോട്ടർ പട്ടികയായിട്ട് നടന്നത്. ഇവന് മൊയ്ലിയമാരെല്ലാവരും കൂടി ഇറങ്ങി. ഇവനൊരു വിചാരം എന്താ അറിയോ, പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാ ഫിത്തിനിന്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവർ ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനത്തെ എല്ലാ സഖാഫികളും. അപ്പൊ അപ്പുറത്ത് വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിന്റെ തന്ത്ര. പ്രത്യേകിച്ച് ജബ്ബാർ ഹാജിയെ പോലെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിറങ്ങി. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാർ ഹാജി ഭരിക്കാൻ പോകുന്ന പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കിക്കൊടുത്തതല്ലേ, എന്തിനാ നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്? മൊയ്ലിയമാര് തലങ്ങും വലങ്ങും ഓടി രാത്രി ഒഴിവില്ലാതെ വോട്ടുപിടുത്തത്തിനായി നടന്നു, വിജയമുറപ്പിച്ചു. എന്തായാലും തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്തായിപ്പോ നമ്മോട് കാണിച്ചത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട AC മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു.